അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഒരു ഫോൺ ലോഞ്ച് ആയിരിക്കുകയാണ്. അതെ, ഭയങ്കര മിസ്സിക്കായിരുന്നു. പക്ഷേ റെഡ്മിയുടെ 2 ബഡ്ജറ്റ് ഫോൺസാണ് ലോഞ്ച് ചെയ്തത്, റെഡ്മി 13C 4Gയും റെഡ്മി 13C 5G. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഈ പറഞ്ഞ ഫോൺ മേടിക്കാൻ വേണ്ടി അല്ല എന്നുള്ള കാര്യം ഇപ്പം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇത് മേടിക്കാതിരിക്കാനുള്ള കുറച്ച് കാരണങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. കൂടാതെ തന്നെ വേറൊരു കാര്യം കൂടെ പറയണ്ട, അത് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ ഈ ഒരു ഫോണിന് ഒരു പ്രശ്നം ഒഴിച്ച് ബാക്കിയൊക്കെ കുഴപ്പമില്ല. പക്ഷേ ആ ഒരു പ്രശ്നം വലിയ പ്രശ്നമാണ്. പിന്നെ വേറൊരു ഉടായ്പൂടുണ്ട്, അതിനെപ്പറ്റി നമുക്കിപ്പോൾ ചർച്ച ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഞാൻ പറയാൻ എപ്പോഴും മറന്നുപോയില്ല. അപ്പം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, അത്രേ പറയാനുള്ളൂ. 1500 രൂപ ഉണ്ടെങ്കിൽ നമ്മൾ 50,000-ലെത്തും, ഐ മീൻ 50Kയിലെത്തും. പ്ലീസ് സബ്സ്ക്രൈബ്. ഈ മാസം കൊണ്ട് നടക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഈ പോക്ക് കഴിഞ്ഞാൽ എനിക്ക് വലിയ പ്രതീക്ഷ കുറവാണ്, സങ്കടമൊന്നുമില്ല. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നടക്കും. എനിവേ നമുക്ക് തുടങ്ങിയേക്കാം. ആദ്യമായിട്ട് നമുക്ക് റെഡ്മി 13C 4Gയിൽ നിന്ന് തുടങ്ങാം, കാരണം അവിടെ വലിയ കുഴപ്പമില്ല. ഈ ഒരു ഫോണിന്റെ സ്പെസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ 6.74 ഇഞ്ചിന്റെ ഒരു LCD ഡിസ്പ്ലേ, HD+ LCD ആണ്. 90 Hz ഉണ്ട്, 600 nitsന്റെ ബ്രൈറ്റ്നസ് ഉണ്ട്. എന്തിനാണോ എന്ത് ഓക്കെ. ഡിസ്പ്ലേ ഈസ് HD+ ഡിസ്പ്ലേ. അപ്പം ഇതിന്റെ പ്രൈസ് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. പ്രൈസ് എന്ന് പറഞ്ഞാൽ 4GB 120GBക്ക് 8,999 ആണ്. 9,000 രൂപയുടെ പെർസ്പെക്റ്റീവിൽ നമുക്കിപ്പോൾ മോട്ടോയുടെ G14 ഒക്കെ ഉണ്ട്. അപ്പോൾ ഫുൾ HD+ ഡിസ്പ്ലേ വേണ്ടവർക്ക് ഈ G14 ഒക്കെ നോക്കാം. അത് 464 ഉള്ളതേ ഉള്ളൂ. അതായത് 120GB വേരിയന്റ് ഇല്ല, 64GB വേരിയന്റ് ആണ്. മെമ്മറി കാർഡ് ഇടാം. പക്ഷെ 128GB തന്നെ വേണമെങ്കിൽ ഓക്കെ, HD+ ഡിസ്പ്ലേ ഒരു പരിധി വരെ ഓക്കെ ഇഷ് എന്ന് ഞാൻ പറയുന്നു. ഇനി ഇതിനകത്തുള്ള ചിപ്സെറ്റ് എന്ന് പറയുന്നത് ഹീലിയോ G85 അറിയാമല്ലോ നമുക്ക്, കാരണം നമ്മുടെ ഈ ചാനൽ തുടങ്ങിയതിന് തൊട്ടുള്ള കാലഘട്ടമുള്ള ചിപ്സെറ്റാണ്. ഒരു 3-4 വർഷമായിട്ടുള്ള ചിപ്സെറ്റാണ്, അറിയാമല്ലോ. ഞാൻ പറഞ്ഞു മടുത്തു. മീഡിയാടെക് ഹീലിയോ G85 ഇപ്പോൾ ഡിമെൻസിറ്റി ആയി വരുള്ളൂ. എനിവേ ചിപ്സെറ്റ് ഈസ് ഓക്കെ. പ്രൈസ് വെച്ച് വേറെ ഒന്നും ഇവർ തരാത്തതുകൊണ്ട് ഓക്കെ. G22 ഒന്നും വെച്ചില്ലല്ലോ, സന്തോഷം. അടുത്തായിട്ട് ക്യാമറ കാറ്റഗറി നോക്കുകയാണെങ്കിൽ ക്യാമറ കാറ്റഗറി 50 മെഗാപിക്സൽ ഒരു സിംഗിൾ ക്യാമറ സെറ്റപ്പാണ്. പിന്നെ 2 മെഗാപിക്സൽ പ്രൊസസ്സറുണ്ട്. അത് നമ്മൾ ഒപ്പം ചേർത്ത് പിടിച്ചേക്കുകയാണ്. പണ്ട് മെസ്സി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു, ക്രിസ്ത്യാനോ റൊണാൾഡോയും പുള്ളിയും ഒന്നായിട്ടാണ് നിൽക്കുന്നത്. അതായത് പുള്ളി ബാക്കി കുറച്ച് പേരുടെ പ്ലേയേഴ്സ് പേര് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ ഇൻ്റർവ്യൂവർ ചോദിച്ചു റൊണാൾഡോ ഇല്ലെന്ന് ചോദിച്ചു. അപ്പോൾ റൊണാൾഡോ ഓഫ് കോഴ്സ് എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന്, അതായത് ഒരൊറ്റ പേരായിട്ട് മാറ്റി. അതുപോലെ തന്നെ പ്രഹസനവും നമ്മുടെ ചാനലും തമ്മിൽ ലയിച്ച് ചേർന്നുകൊണ്ട് ഞാനത് സ്പെഷ്യലായിട്ട് എടുത്ത് പറയുന്നില്ല. ഇനി അതാണ് സംഭവം. ഇനി 8 മെഗാപിക്സൽ സെൽഫി ക്യാമറ ഉണ്ട്. 5000 mAh ബാറ്ററി, 18 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറുണ്ട്. പക്ഷേ 10 വാട്ടിൻ്റെ ചാർജറെ പെട്ടിയിലുള്ളൂ, എന്തിനാണോ എന്തോ. സൈഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ട്. ആൻഡ്രോയിഡ് 13 ആണ്. ഹൈപ്പർ OS ആണോ എന്നൊന്നും മെൻഷൻ ആയിട്ടില്ല. ഇനി 4/128GB ബേസ് വേരിയന്റിന് 9,000 രൂപയാണ്. 6/120GB 10,000 രൂപയും. എന്തിനാണോ നടത്തില്ല. 8/256 കൊണ്ട് 11,499. അത് ചത്താലും മേടിക്കരുത്, അത്ര എനിക്ക് പറയാനുള്ളൂ. കാരണം വളരെ പവർ കുറഞ്ഞ ഒരു വണ്ടിയുടെ ഈ പറഞ്ഞ അകത്ത് കുറേ എക്സ്ട്രാ ഫിറ്റിംഗ് വെച്ചിട്ട് കാര്യമില്ല. പവർ ഇല്ലെങ്കിൽ പിന്നെ അതിന് ഉപയോഗമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് 256 വെക്കുന്നതിൻ്റെ ഉദ്ദേശം എനിക്ക് അങ്ങോട്ട് പിടികിട്ടുന്നില്ല. പിന്നെ 1000 രൂപയുടെ മറ്റേ ബാങ്ക് ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിനെ പറ്റി മൊത്തത്തിൽ പറയുന്നത്, ഈ ഒരു ഫോൺ ഒരു പരിധി ഓക്കേഷ് എന്ന് പറയാം. അതായത് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോൺ തൽക്കാലത്ത് ഒരു സെക്കൻഡറി ഫോണായിട്ട് മേടിക്കേണ്ടവർക്കും, അല്ലെങ്കിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് പക്ഷേ പേരൻസിനൊക്കെയാണ് മേടിച്ചു കൊടുക്കേണ്ടതെങ്കിൽ ഈ ഒരു ഫോൺ നോക്കാം. HD+ ഡിസ്പ്ലേ ഒഴിച്ച് പിന്നെ 4/128 9,000 രൂപയ്ക്ക് കുഴപ്പമില്ല. പിന്നെ ഞാൻ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നത് G14 ആയിരിക്കും, കാരണം സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. അപ്പോൾ ഇപ്പോൾ പ്രായമുള്ളവരൊക്കെയാണ് കുറച്ചുകൂടെ പെട്ടെന്ന് ഫെമിലിയർ ആകുന്നത് അതിലേക്കായിരിക്കും. ഇൻ്റർഫേസും കുറച്ചുകൂടെ ബെറ്റർ ആണ്. പിന്നെ ഈ പരസ്യം ചവറൊന്നും കാണത്തില്ല, കുറച്ചുകൂടെ ഭേദമായിരിക്കും. അപ്പം നോക്കാം, ഓക്കേഷ് എന്നേ പറയാനുള്ളൂ. അടുത്തായിട്ടുള്ള റെഡ്മി 13C 5G ആണ്. ഇവിടെയാണ് നമുക്ക് ആത്മാവ് പറപ്പിക്കേണ്ട ഒരു അവസരമുണ്ട്. ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ 6.74 ഇഞ്ചിൻ്റെ LCD HD ഡിസ്പ്ലേ ആണ്, HD+ ഡിസ്പ്ലേ, അതായത് 720p ഡിസ്പ്ലേ ആണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പരാജയം. 90 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. ഈ ഒരു ഫോണിന്റെ പ്രൈസും ഈ ഒരു ഫോണിനകത്തുള്ള HD+ ആയിട്ട് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം റെഡ്മി ആണ് 10,000 താഴെ പണ്ട് ഫുൾ HD+ കൊണ്ടുവന്ന് ചരിത്രം സൃഷ്ടിച്ച്. ആ റെഡ്മി തന്നെ തിരിച്ച് ആലോചിക്കുന്നത് അത്ര നല്ല പരിപാടിയായിട്ട് തോന്നുന്നില്ല. ഒന്നാമത് അവരിപ്പോൾ പരാജയത്തിന്റെ പടുകുഴിയിലേക്കാണ് പോകുന്നതെന്നാണ് പറയപ്പെടുന്നത്, മാർക്കറ്റ് ഷെയർ വെച്ച്. പക്ഷേ കയറുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ആ ഒരു കാര്യത്തിലോട്ട് പോകുന്നതിന്റെ കൂടെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ കുഴി വീഴത്തേ ഉള്ളൂ. പിന്നെ ചിപ്സെറ്റിന് പോയി കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഡിമെൻസിറ്റി 6100+ എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. ആ ഒരു ചിപ്സെറ്റ് ആ പ്രൈസിൽ നല്ലതാണ്. ചിപ്സെറ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല. ചിപ്സെറ്റ് നൈസാണ്. എനിക്ക് തന്നെ ഈ പറഞ്ഞ റിയൽമിയുടെ ഏതോ ഒരു സിമിലർ ഫോൺ ഈ ഒരു ചിപ്സെറ്റാണ്, നാർസോ 50X ആണെന്ന് തോന്നുന്നു. എനിവേ ഇത് ചിപ്സെറ്റ് കൊള്ളാം, ഒരു പ്രശ്നമില്ല. ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 50 മെഗാപിക്സലിലെ പ്രൈമറി ക്യാമറ, സിംഗിൾ ക്യാമറ ഉണ്ട്. പിന്നെ ഓഫ് കോഴ്സ് പ്രഹസനം കാണുമായിരിക്കും, ഇല്ലെങ്കിൽ നമുക്ക് സങ്കടമൊന്നുമില്ല, കാരണം നമ്മളോട് കൂടെ ഉണ്ടല്ലോ.
അവരോ നിർത്തുന്നില്ല, നമുക്ക് നിർത്താനും പറ്റത്തില്ല, എന്ത് ചെയ്യാൻ പറ്റും. 5 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. അവിടെയാണ് അടുത്ത ചോദ്യചിഹ്നം. അതായത് 4Gക്ക് 8ഉം ഇതിന് 5ഉം. ഇതെന്നെ വെള്ളരിക്കപ്പെടണോ? എനിവേ ഒന്നും പറയുന്നില്ല, കാരണം ആ ഒരു ബഡ്ജറ്റിലുള്ള ഫോണിൻ്റെ ക്യാമറയ്ക്ക് ഓക്കെ ഫൈൻ. ഇനി 5000 mAh ബാറ്ററി ഉണ്ട്, 18 വാട്ട്സിന് ഫാസ്റ്റ് ചാർജർ, സിമിലർലി 10 വാട്ട്സ് ഇൻ ബോക്സ്. പിന്നെ സൈഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ Android 13 ഉണ്ട്. ഹൈപ്പർ വോയിസ് ആണോ എന്നൊന്നും വ്യക്തമായിട്ടില്ല. ഹൈപ്പർ വോയിസ് അല്ലെന്ന് തോന്നുന്നു, കാരണം അവർ പതുക്കെ ഇറക്കുള്ളായിരിക്കും. ഫൈനലി ഇതിൻ്റെ പ്രൈസിലേക്ക് കിടക്കാം. 4GB 128GB പ്രൈസ് 10,999, അതായത് 11,000 രൂപ. 6GB 128GB പ്രൈസ് 12,499 രൂപ. 8GB 256GB പ്രൈസ് 14,499. അത് ഒരിക്കലും മേടിക്കരുത്, 3 വരിലും മേടിക്കരുത്, അത് വേറെ കാര്യം. 1000 രൂപയുടെ ICICI ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഇവർ 4/128ന്റെ പ്രൈസ് വെച്ചിരിക്കുന്നത് 11,000 രൂപ, അതായത് 11,000 ആണ്. ആ ഒരു പ്രൈസിൽ ഇവരുടെ തന്നെ കമ്പനിയുടെ, അതായത് ഇവരുടെ പേരന്റ് ബ്രാൻഡിന്റെ കമ്പനിയായ പോക്കോയുടെ M6 Pro ഉണ്ട്. ഇത് മേടിക്കാൻ ധൈര്യമുള്ളൊരു ധൈര്യമായിട്ട് M6 Pro എടുത്തോ. കാരണം M6 Pro ആണെങ്കിൽ സ്നാപ്ഡ്രാഗണിന്റെ ചിപ്സെറ്റ് ഉണ്ട്, ബെറ്റർ. അതിന് എനിക്കൊന്ന് ഗ്ലാസ് ബാക്ക് വരാൻ തോന്നുന്നു. അത് വേ ബെറ്റർ ഫോണാണ്, വേ ബെറ്റർ പെർഫോമൻസ് പോലും. ഇത് എടുക്കണ്ട, ഇത് എന്തിനാ എടുക്കുന്നത്? 4/128 എനിക്കൊന്ന് സ്റ്റോറേജ് 464 കാണുള്ളൂ, പക്ഷേ അതിനകത്ത് മെമ്മറി കാർഡ് ഇടാന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇത് എടുക്കുന്നത്? ദർ ഇസ് നോ പോയിന്റ് ഇൻ ഇത്. അതാണ്. അപ്പോൾ ഈ പറഞ്ഞ M6 Pro ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പോക്കോ പേടിയാണെങ്കിൽ റെഡ്മി അവിടെ ഉണ്ട്. അതായത് റെഡ്മിയുടെ 12ന് 12,000 രൂപ ഉള്ളൂ. 11,000 രൂപ ആണെങ്കിൽ 12,000 രൂപ എടുത്ത് റെഡ്മി 12 5G എടുക്കുക. എന്തിനാണ് ഇത് എടുക്കുന്നത്? ഇത് എന്ത് പ്രൈസിംഗ് ആണ്? എനിക്കത് മനസ്സിലാകാത്തത്. ഓക്കെ, 1000 രൂപയുടെ ആക്സിസ് ബാങ്കിന്റെ കാർഡ് വന്നാൽ 10,000 രൂപ. എന്നാലും ഫുൾ HD ഇല്ല. അവിടെ ഞാൻ മോട്ടോ G14 പറഞ്ഞു. പക്ഷേ M6 Pro ആണ് ഓൾറെഡി, അത് ഫുൾ HD പ്ലസ് ആണ്. റെഡ്മി 12 5G ആണെങ്കിലും ഫുൾ HD പ്ലസ് ആണ്. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത്, റെഡ്മി ഒരു ഫോൺ ഇറക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സിമിലർ ആയിട്ടുള്ളൊരു ഫോൺ റിയൽമി ഇറക്കും. റിയൽമി C67 വരുന്നുണ്ട് കേട്ടോ. ദ റിയൽ 5G ഡെമോക്രറ്റൈസർ എന്നാണ് പറയുന്നത്. മാധവണ്ണം പോയാലും 5G ഡെമോക്രറ്റൈസർ ഇപ്പോഴും പറയും. എന്തായാലും ആ ഒരു ഫോണിന് ആദ്യമേ തന്നെ അതിൻ്റെ സ്പെസിഫിക്കേഷൻ ലീക്കിനകത്ത് പറയുന്നത് ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ്. അത് ആദ്യമേ തന്നെ ഇമ്മാരുടെ തലക്കിട്ട് അങ്ങോട്ട് വെച്ചു. ഏത് റെഡ്മിക്കിട്ട് ഒന്ന് കൊട്ടുകൊടുത്തു. സന്തോഷം, കാരണം ഇതിനകത്ത് ഫുൾ HD പ്ലസ് ആണ്. റിയൽമി C67 കോമ്പറ്റീഷൻ വെച്ചാണെങ്കിൽ 11,000 ഇറക്കിയ അത് പിന്നെയും റെക്കമെൻഡബിൾ ആണ്, കാരണം ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ഉണ്ട്. എന്നാലും ഞാൻ പോക്കോ M6 പറയുള്ളൂ. ബട്ട് സ്റ്റിൽ ഇതെടുക്കാൻ പോകുന്നവർ നിങ്ങൾക്ക് റിയൽമിയിലേക്ക് നോക്കാം. C67 വരുന്നവർക്ക്, അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺ നോക്കുന്നവർക്ക്. ഇത് രണ്ടും ഞാൻ പറയത്തില്ല, എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് പോക്കോ ആണ്. അത് പേടിയുള്ളവർക്ക് ഈ പറഞ്ഞ റെഡ്മി 12 5G അല്ലെങ്കിൽ റിയൽമിയുടെ C67. ചിലർക്ക് റിയൽമിയുടെ UI ആണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ റിയൽമി C67 നോക്കിയാൽ മതി. ഇത് നോക്കണമല്ലോ. സോ ബേസിക്കലി ഈ ഒരു ഫോൺ എടുക്കാതിരിക്കുന്നതല്ല, കാരണം HD പ്ലസ് ഡിസ്പ്ലേ. പിന്നെ ഇതിനകത്തെ സ്പെസിഫിക്കേഷൻ നിങ്ങൾ തന്നെ കണ്ടല്ലോ. ക്യാമറ ആണെങ്കിൽ അത് ഒന്നും അങ്ങോട്ട് പോരാ. ബാക്കി പ്രൊസസ്സർ ഒഴിച്ച്, അതായത് പ്രൊസസ്സർ വെച്ചിട്ട് ബാക്കിയെല്ലാം എടുത്ത് കളഞ്ഞ രീതിയിലാണ്. എന്നാൽ പ്രൊസസ്സർ മാത്രം വെച്ച് ഫോൺ ഓടിക്കാൻ പറ്റുമോ? ഇതൊരു വല്ലാത്ത തിയറിയാണ്. മറ്റേ ഫോണാണ് ഓക്കേഷ് എന്ന് വേണം പറയാം. അപ്പോൾ ഇത് ഡോണ്ട് ബൈ. ഇത്രേ പറയാനുള്ളൂ, കാരണം വ്യക്തമായെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും